അധ്യാപകൻ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് പിടിയിലായിരിക്കുന്നു. 13 വർഷത്തിന് ശേഷമാണ് സവാദ് പിടിയിലായിരിക്കുന്നത്. അധ്യാപകന്റെ കൈവെട്ടിയ പ്രതിയാണ് ഒന്നാം പ്രതി. 13 വർഷമായി ഒളിവിലായിരുന്ന പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സുവി വിശ്വനാഥ് വിവരങ്ങളുമായി ചേരുന്നു. സുവി, പിടികിട്ടാപ്പുള്ളി കൂടിയായിരുന്ന ഒന്നാം പ്രതി ഇത്രയും വർഷത്തിനു ശേഷം, കുറ്റകൃത്യം നടന്ന 2010 ശേഷം ഇത്രയും വർഷത്തിനു ശേഷം പിടിയിലാകുന്നത് എവിടെ വെച്ചിട്ടാണ്? വിവരങ്ങൾ എന്താണ്? അപർണ, കേരളത്തെ ഞെട്ടിച്ച കൈവെട്ട് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കണ്ണൂർ വെച്ചാണ് ഇയാളെ ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയിരിക്കുന്നത്. 13 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ കണ്ണൂരിൽ നിന്ന് തന്നെ ഇയാളെ പിടികൂടാൻ സാധിച്ചിരിക്കുകയാണ്. വിദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ തിരച്ചിലുകൾ ഇയാൾക്ക് വേണ്ടി നടത്തിയിരുന്നു. ചാരസംഘടനയായ റോ ഉൾപ്പെടെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടുകിട്ടിയിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ കണ്ണൂരിൽ വെച്ച് ഇയാൾ പിടിയിലായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. 2010 ജൂലൈയിലാണ് ടി.ജെ. ജോസഫ്, മൂവാറ്റുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയതിനു ശേഷം ഇയാൾ കടന്നു കളയുകയായിരുന്നു. ആലുവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയി എന്നായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി പറഞ്ഞത്. ഇയാളുടെ കൈവശമായിരുന്നു ഈ കൈവെട്ടാൻ ഉപയോഗിച്ച മഴു ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അതുൾപ്പെടെ ഇപ്പോഴും NIAക്ക് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. 54 പ്രതികളുള്ള കേസാണ്. അതിൽ 18 പേരെ കോടതി വിട്ടയക്കുകയും മറ്റുള്ളവരെ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിലെ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ തന്നെയാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ ഇയാൾ ബംഗളൂരുവിലേക്ക് കടന്നു എന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ ആ സാധ്യത അവിടെയെല്ലാം തന്നെ തിരച്ചിൽ നടത്തി. അതിനുശേഷം ഇയാളെ കേസിലെ മുഖ്യ സൂത്രധാരനായ നാസറിനോടൊപ്പം നേപ്പാളിൽ കണ്ടു എന്ന വിവരം NIAക്ക് ലഭിച്ചിരുന്നു. തുടർന്ന് നാസറിനെ പിടികൂടിയതിനു ശേഷം വലിയ ചോദ്യം ചെയ്യലുകളും മറ്റും നടത്തിയെങ്കിലും സവാദിനെ പിടികൂടാൻ സാധിച്ചില്ല. അവിടെ നിന്ന് നേപ്പാളിൽ നിന്ന് ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു എന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. അഫ്ഗാനിസ്ഥാൻ, ദുബായ്, കാനഡ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പലതവണ ദേശീയ അന്വേഷണ ഏജൻസി ഇയാൾക്ക് വേണ്ടി പുറപ്പെടുവിച്ചിരുന്നു. എങ്കിലൊന്നും തന്നെ ഇയാളെ വലയിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഇയാളെ പിടിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ നൽകും എന്ന ഒരു ഇനാമും ദേശീയ അന്വേഷണ ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോഴും പിടികൂടാൻ സാധിച്ചില്ല. ഒടുവിൽ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ണൂർ വെച്ച് സവാദിനെ പിടികൂടിയിരിക്കുകയാണ്. ഇനി ഇയാൾ വിചാരണ നേരിടേണ്ടി വരും. ഏതായാലും വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് ഈ കേസിൽ ഇപ്പോൾ NIAക്ക് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളും ഈ സവാദിനെ ദുബായിൽ വെച്ച് കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ ഏജന്റുമാരുള്ള പാകിസ്ഥാൻ, ദുബായ് എന്നിവിടങ്ങളിലും സവാദിനെ കണ്ടെത്തിയതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു. നേപ്പാൾ, മലേഷ്യ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് NIAയും റോയും ഉൾപ്പെടെ വലിയ തോതിലുള്ള തെരച്ചിലുകൾ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഇയാൾ സിറിയയിലേക്ക് കടന്നു എന്നായിരുന്നു. ആ വിവരം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സവാദിനെ കണ്ണൂർ വെച്ച് പിടികൂടിയിരിക്കുന്നത്. അപർണ. റൈറ്റ്. പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് കണ്ണൂരിൽ വെച്ച് ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIAയുടെ പിടിയിലായതായിട്ടുള്ള വിവരങ്ങൾ വരുമ്പോൾ ഡാനി പോളിലേക്ക് കൂടി ചെല്ലുന്നു. ഇപ്പോൾ ശ്രീ ടി.ജെ. ജോസഫ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ടി.ജെ. ജോസഫ്, 13 വർഷത്തിനു ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. ഏത് രീതിയിലാണ് താങ്കളുടെ പ്രതികരണം എന്നറിയാൻ കൗതുകമുണ്ട്. ഈ കേസിൽ ഒരു ഇരയെന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കൗതുകമൊന്നുമില്ല ഈ പ്രതി പിടിയിലായതില്. പക്ഷേ ഈ നാട്ടിലെ നിയമത്തെയും ഒക്കെ ബഹുമാനിക്കുന്ന ആളെന്ന നിലയിൽ ഒരു പിടികിട്ടാത്ത പുള്ളി ഇപ്പോൾ കസ്റ്റഡിയിലാവുന്നത് ഒരു പൗരനെന്ന നിലയിൽ എന്നിൽ കൗതുകം നടത്തുന്നുണ്ട്. ഏതായാലും വളരെ കാലമായിട്ട് ഒളിവിലായിരുന്ന ആ പ്രതിയെ പിടിച്ചത് വഴി നമ്മുടെ നിയമ സംവിധാനം അത്ര പോരാത്തതല്ല എന്നുള്ള ഒരു തോന്നൽ സാധാരണക്കാർക്ക് ഉണ്ടാവും. ഏതായാലും ഇത് നമ്മുടെ നിയമപാലകരുടെയും അതുപോലെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു വിജയമായിട്ട് നമുക്ക് കാണാം. അവരെ സംബന്ധിച്ച് ഒരു ബാധ്യതയായിരുന്ന ഒരു കേസിലെ ഒരു മുഖ്യപ്രതി ഇപ്പോൾ ഇങ്ങനെ കസ്റ്റഡിയിലായത് ആശ്വസിക്കാവുന്ന സംഗതിയാണ്. ഒരു പൗരനെന്ന നിലയിൽ എനിക്കും ഈ പ്രതി കസ്റ്റഡിയിലായതിൽ പിന്നെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആളെന്ന നിലയിൽ ഒരു കൗതുകമുണ്ട്.
അതിൽ കൂടുതൽ വ്യക്തിപരമായിട്ട് ഈ കേസിൽ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഏതായാലും സാറേ, ഒരു 13 വർഷത്തോളം ഒരാൾ പിടികിട്ടാ പുള്ളിയായി തുടരുക, വിദേശങ്ങളിലേക്ക് വരെ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുക, പലതവണ പിടിയിലായി എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വരിക, അതെല്ലാം സ്ഥിരീകരിക്കാത്ത രീതിയിൽ പോവുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും വിചാരണയടക്കം ഈ ഒന്നാം പ്രതി പിടിയിലാവാത്തതുകൊണ്ട് വിചാരണയിൽ പോലും ഇപ്പോഴാണ് ഇനി അതൊരു ബ്രേക്ക് ത്രൂ ആകാൻ പോകുന്നത്. അങ്ങനെ ഒരു കാലതാമസം ഇതിനകത്ത് വന്നു. അത്രയും വിദഗ്ധമായിട്ട് പ്രതിക്ക് അന്വേഷണ സംഘങ്ങളെ കബളിപ്പിക്കാൻ കഴിഞ്ഞു, കബളിപ്പിച്ച് മുങ്ങി നടക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണോ കരുതുന്നത്? പ്രതിക്ക് പിന്നെ ഈ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്ത ആളുകൾക്ക് ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ അവരുടെ ബാധ്യത ഏറ്റെടുത്ത് ഈ പ്രതിയെ പരമാവധി സംരക്ഷിച്ചു വരികയായിരുന്നിരിക്കണം. ഏതായാലും ഈ പ്രതിയെ സംരക്ഷിക്കാൻ മാത്രം പോകുന്ന ആളുകളാണ് ഇതിന്റെ പിന്നിൽ, എന്നെ ആക്രമിച്ച കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അത് അവരൊന്നും ഈ കേസിന്റെ പിന്നെ മുഖ്യ ധാരയിലൊന്നും വന്നിട്ടില്ല. അവരിപ്പോഴും കാണാമറയത്താണ്. അവര് ഒരുപക്ഷെ ഈ പ്രതിയെ ഇപ്പോൾ പിന്നെ പോലീസിന് കീഴടങ്ങാൻ വേണ്ടി കൊടുത്താവാം, അല്ലെങ്കിൽ പോലീസിന്റെ സാമർത്ഥ്യം കൊണ്ട് പ്രതിയെ പിടിച്ചാവാം. അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് കൗതുകമൊന്നുമില്ല. അറിഞ്ഞുകൂടാനും. അതായത് വിചാരണ പൂർണ്ണമാകും ഒന്നാമത്തെ പ്രതി കൂടി പിടിയിലാകുമ്പോൾ. അപ്പോഴും താങ്കൾ കരുതുന്നത് ഇതിന് പിറകിൽ നിന്നവർ ഇപ്പോഴും മുഖ്യധാരയിൽ നിന്ന് ഒളിച്ചു നിൽക്കുകയാണ്, നിയമത്തിന്റെ പിടിയിൽ നിന്ന് ഒളിച്ചു നിൽക്കുകയാണ് എന്ന് താങ്കൾ ഇപ്പോഴും കരുതുന്നുണ്ടല്ലേ? അതായത് ഈ ആക്രമണം പ്ലാൻ ചെയ്യുന്നവരെ, ഇങ്ങനെ എന്നെ ആക്രമിക്കാനും വേണ്ടിയിട്ട് തീരുമാനം എടുത്തവരാണ് ഈ കേസിലെ ഒന്നാം പ്രതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, മുഖ്യപ്രതി. പക്ഷേ നമ്മുടെ നിയമ സംവിധാനവും പിന്നെ ഒക്കെ അനുസരിച്ച് എന്നെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച ആള്, എന്നിൽ കൂടുതൽ മുറിവുണ്ടാക്കിയ ആളാണ് ഒന്നാം പ്രതി. എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആയുധം മാത്രമാണ്. ശരിയായിട്ടുള്ള പ്രതികൾ ഇതിനു വേണ്ടിയിട്ട് തീരുമാനം എടുത്തവരാണ്. പക്ഷെ അവരൊക്കെ ഇപ്പോഴും കാണാമറയത്താണ്. ഇദ്ദേഹം അതിന്റെ ഒരു പിണിയാൾ മാത്രമാണ്, അവരുടെ ആജ്ഞാനവർത്തി മാത്രമാണ്, ഒരു ആയുധം മാത്രമാണ്. അദ്ദേഹത്തെ ജയിലിലടച്ചുകൊണ്ട് അല്ല ഇതുപോലുള്ള സംഭവങ്ങളെ നമുക്ക് ആവർത്തിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പിന്നിലുള്ള ക്രിമിനൽ ബുദ്ധികളെ കണ്ടെത്തി അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ ഇതുപോലുള്ള ആക്രമണ സംഭവങ്ങളൊന്നും ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും നമ്മുടെ നിയമ സംവിധാനത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ് ഈ നമ്മുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തതുകൊണ്ട്. എന്നാൽ ഈ കേസിന്റെ വിചാരണ 2 ഘട്ടം കഴിഞ്ഞതാണ്. ഇദ്ദേഹത്തെ ഒഴിച്ച് ബാക്കിയുള്ളവരെ വെച്ച് വിചാരണയൊക്കെ പൂർത്തിയാക്കി അതിനകത്ത് ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇനിയും ഇതിന്റെ 3ാം ഘട്ട വിചാരണ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3ാം ഘട്ട വിചാരണയിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇതിന്റെ പിറകിൽ നിന്ന ബുദ്ധി കേന്ദ്രങ്ങൾ, ഈ ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിപ്പിച്ച ബുദ്ധി കേന്ദ്രങ്ങൾ, അവരിലേക്ക് വെളിച്ചം വീശാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടായാലേ ഉള്ളൂ. ഇത് വിചാരണ എന്ന് പറയുമ്പം നിലവിൽ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട്, കേസനുസരിച്ചിട്ട് കോടതി ഈ പ്രതികൾ, അതായത് പോലീസ് ആണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന പ്രതികളെ വിചാരണ ചെയ്ത് അവർ കുറ്റക്കാരാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ വെറുതെ വിടുക എന്നൊക്കെയാണ് കോടതിക്ക് ചെയ്യാനുള്ളൂ. ഇപ്പം ഈ പോലീസ് കൊടുത്ത കേസിൽ അവശേഷിച്ച ഒരു മുഖ്യപ്രതി എന്ന നിലയിലാണ് ഇപ്പോൾ സവാദിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അതിലുള്ള പങ്ക് എത്രമാത്രമുണ്ട് എന്ന് കോടതി മുമ്പാകെ വിചാരണ ചെയ്യുകയും കോടതി അതിന് അനുസരിച്ചുള്ള നടപടി കൈക്കൊള്ളുകയും ചെയ്യുമെന്നല്ലാതെ ഈ പറയുന്ന വീണ്ടും ഒരു അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരിലേക്കൊന്നും ഇനിയുള്ള കോടതി നടപടികളോ വിചാരണയോ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടെ ചോദിച്ചു കൊള്ളട്ടെ സാർ, ഈ നിയമ സംവിധാനങ്ങളെ താങ്കൾ അഭിനന്ദിക്കുകയായിരുന്നല്ലോ ഇപ്പോഴും നമ്മളോട് പ്രതികരിച്ചപ്പോഴും. അപ്പോഴും ഇത്രയും വർഷം ഇത് നീണ്ടുപോയി. 2 ഘട്ട വിചാരണ ഒന്നാം പ്രതി ഇല്ലാതെ പൂർത്തിയാക്കേണ്ടി വന്നു. അവിടെ ഒരു കാലതാമസം ഉണ്ടായി. അന്വേഷണ സംവിധാനങ്ങൾക്ക് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രതിയെ ഇത്ര കാലം പിടികൂടാതിരിക്കാൻ ഇരുന്നത്. അങ്ങനെയുള്ള ഒരു പരാതിയോ പരിഭവമോ ഒന്നും താങ്കൾക്കില്ല അല്ലേ? അങ്ങനെ പരിഭവിച്ചിട്ട് കാര്യമില്ല. ഒന്നാമത് തന്നെ പല കാര്യങ്ങളുണ്ട് ഈ പ്രതി ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞതിന്റെ പിന്നില്. ഒന്നാമത് പ്രതിയുടെ സാമർത്ഥ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രതിയെ സംരക്ഷിക്കുന്നവരുടെ സാമർത്ഥ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അലംഭാവം കൊണ്ടാവാം. അതേതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പല പല കാരണങ്ങളാൽ ഈ പ്രതി ഇത്ര നാളും പുറത്തായിരുന്നു. ഇപ്പോൾ
കസ്റ്റഡിയിലായിരിക്കുന്നു. അപ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണ്, ആരുടെ അലംഭാവം കൊണ്ടാണ്, ആരുടെ സാമർഥ്യം കൊണ്ടാണ് ഇത്രയും ഇത് നീണ്ടുപോയത് എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അതിനെക്കുറിച്ച് ഉൾക്കുണ്ടാവില്ലെന്നുമല്ല. വളരെയധികം നന്ദി. പ്രൊഫസർ ടി ജെ ജോസഫാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഒന്നാം പ്രതി പിടിയിലാകുമ്പോഴും ഇതിന് പിറകിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രങ്ങൾ മുഖ്യധാരയിൽ നിന്ന്, വെളിച്ചത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നാണ് പ്രൊഫസർ ടി ജെ ജോസഫ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഡാനി പോളും നമുക്കൊപ്പം ചേർന്നു. ഡാനി, 10 ലക്ഷം രൂപ വരെ ദേശീയ അന്വേഷണ ഏജൻസി പാരിതോഷികം പ്രഖ്യാപിച്ച പ്രതി, ആ പ്രതി പിടിയിലാകുന്നിടത്തു പോലും ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ടോ? മറ്റ് വിദേശ രാജ്യങ്ങളിൽ സവാദ് കടന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. കർണാടകത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ ഒരു സമയത്ത് വന്നതാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് കണ്ണൂരിൽ പിടിയിലാകുമ്പോൾ അത് ഏത് രീതിയിൽ ആ ഒരു സവാദിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന സൂചനകൾ. അപർണ, ദേശീയ അന്വേഷണ ഏജൻസി ഇത് വളരെ കൃത്യമായിട്ട് തന്നെ ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അവരൊരു അന്വേഷണം ഇയാൾക്ക് മുഖ്യപ്രതി, ഒന്നാം പ്രതി സവാദിന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് അടിവരയിടേണ്ടത്. കാരണം ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പലതും സംബന്ധിച്ച് ഇയാളുടെ ഈ ഒളിവ് ജീവിതം സംബന്ധിച്ച പല രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു, വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ പല രാജ്യങ്ങളിലേക്കടക്കം മാറുന്നു എന്നുള്ളത്, നേപ്പാളിലേക്ക് പോകുന്നു, പിന്നീട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു, സിറിയയിലേക്ക് കടക്കുന്നു, അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ കിട്ടിയിരുന്നു. ഇതിലെല്ലാം മനസ്സിലാക്കേണ്ടത്, നേരത്തെ പ്രൊഫസർ ടി ജെ ജോസഫ് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു ബാക്കപ്പ് ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. ആ രീതിയിലെല്ലാം ഇയാൾക്ക് കടന്നു പോകാൻ കഴിയുന്നു. അതിനുള്ള ഒരു സംവിധാനങ്ങളും സന്നാഹങ്ങളും പുറമേ നിന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കൃത്യമായും ആ റൂട്ടിൽ തന്നെയാണ് എന്നെയും അന്വേഷണം പോയിരുന്നത് എന്നതാണ് ഈ അറസ്റ്റോടെ തന്നെ വ്യക്തമാകുന്നത്. ഇവിടങ്ങളിൽ നിന്ന് ഇയാൾ തിരിച്ച് പിന്നീട് ബാംഗ്ലൂരിൽ ഇയാൾ എത്തിയതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെയും അന്വേഷണ ഏജൻസികൾ, നേരത്തെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അടക്കം അത്തരം കാര്യങ്ങളിൽ ചില സൂചനകൾ നൽകിയിരുന്നു. ബാംഗ്ലൂരിൽ എത്തിയിരുന്നു എന്നത് സംബന്ധിച്ച്. കാരണം ആലുവയിൽ നിന്ന് ഇയാൾ പോകുന്നത് ഇവിടേക്കാണ്, ബാംഗ്ലൂരിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഇയാൾ പിന്നീട് പോവുകയായിരുന്നു എന്നുള്ള വിവരങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഇയാളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ, ഇയാളെ സഹായിക്കാൻ സാധ്യതയുള്ളവർ, അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ, ഇതെല്ലാം തന്നെ കൃത്യമായി ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു എൻഐഎ ഇയാൾക്ക് പിറകെ ഉണ്ടായിരുന്നത് എന്നതാണ് ഈ അറസ്റ്റോടുകൂടി ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇയാളെ കണ്ണൂരിൽ നിന്നാണ് കൊച്ചിയിലെ എൻഐഎ സംഘം പിടികൂടിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ കൊച്ചിയിൽ എത്തിക്കും, കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിശദാംശങ്ങളിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിലായി ഉണ്ടായിരുന്ന ഒരാളെ പിടികൂടുകയാണ്. ഇയാൾക്കൊപ്പമായിരുന്നു ഈ മുറിവേൽപ്പിച്ച കൈ വെട്ടി മാറ്റാൻ ഉപയോഗിച്ച ആയുധം മഴു ഇയാളായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇയാൾ അതുമായി തന്നെയാണ് കടന്നു കളഞ്ഞതെന്നാണ് മറ്റു പ്രതികളടക്കം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 54 പ്രതികൾ ഉണ്ടായിരുന്നതിൽ 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇതിന്റെ വിചാരണ അടക്കമുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിലെ വിധി 2015 ഉണ്ടായിരുന്നത്. 31 പേർ അന്ന് വിചാരണയിൽ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് 18 പേരെ ഒഴിവാക്കിയിരുന്നു. 10 പ്രതികൾക്ക് 8 വർഷം തടവ് വിധിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ 11 പ്രതികളായിരുന്നു. ഇതിൽ നിന്ന് 5 പ്രതികളെ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇതിന്റെ വിധി പ്രസ്താവം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോഴും ഈ മുഖ്യപ്രതി എവിടെ, ഈ കൈവെട്ടിയ ആൾ എവിടെയെന്നൊരു ചോദ്യം അപ്പോഴും കോടതിയിൽ മുഴങ്ങിയിരുന്നതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അത് വലിയ രീതിയിലുള്ളൊരു ചോദ്യം നൽകേണ്ട ഉത്തരം തന്നെയായിരുന്നു, വലിയ ബാധ്യത തന്നെയായിരുന്നു. എന്തായാലും ആ കേസ് അന്വേഷണത്തിന്റെ ഒടുവിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് ഇന്നിപ്പോൾ ഒന്നാം പ്രതി സവാദിനെ കൂടി അറസ്റ്റ് ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത്. ഈ കാര്യത്തിൽ വളരെ കൃത്യമായ രീതിയിലൂടെ കണിശതയോടുകൂടി തന്നെ നടത്തിയ ഒരു അന്വേഷണത്തിൽ അതിന്റെ മുഖ്യപ്രതിയെ 13 വർഷത്തിനിപ്പുറം കൃത്യമായി ട്രാക്ക് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. ഇയാളിൽ നിന്ന് ഇനി അറിയേണ്ട വിവരങ്ങൾ കൂടുതലായും തന്നെ ഈ കാലം അത്രയും ഇയാളോട് സഞ്ചരിച്ച വഴികൾ, ഇതിൽ കിട്ടിയ സഹായങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലെന്തായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകം തന്നെയാണ്. ഇതിൽ ആരൊക്കെ സഹായിച്ചു, ഇങ്ങനെ ഈ ഒരു ഒളിവ് ജീവിതത്തിലേക്ക് ഇയാൾക്ക് എത്രമാത്രം ഒരു സഹായകമായ കാര്യങ്ങൾ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് വൈകിട്ട് കോടതിയിൽ ഇയാളെ കൊച്ചിയിൽ ഹാജരാക്കുമെന്നാണ് ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. റൈറ്റ്, തിരികെ എത്താം. ഡാനി, സുവി വിശ്വനാഥിലേക്ക് കൂടി. സുവി, ഡാനി പറഞ്ഞു നിർത്തുന്നത് പോലെ ഇതാരാണ് ഗൂഢാലോചന നടത്തിയത്, ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുമോ ഒന്നാം പ്രതിയുടെ അറസ്റ്റ്, ഒന്നാം പ്രതി പിടിയിലായത് എന്നുള്ളൊരു ചോദ്യമാണ്. ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുമ്പോൾ പോലും ഈ കുറ്റകൃത്യം നടത്താൻ പ്രേരിപ്പിച്ചവർക്കെതിരായ അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശി
മാറ്റിയിട്ടില്ല എന്ന് കൂടി ടി ജെ ജോസഫ് പ്രതികരിച്ച ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിലേക്ക് അന്വേഷണം കടക്കാനുള്ള സാധ്യത ഏത് രീതിയിലാണ്? പ്രത്യേകിച്ച് 2 ഘട്ട വിചാരണയും ഒന്നാം പ്രതിയുടെ അഭാവത്തിൽ തന്നെ പൂർത്തിയാക്കിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനി ആ നിയമവശങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആ ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിയമപരമായി എങ്ങനെയാണ്? അപർണ, ഓരോ തവണ അഭിമുഖങ്ങൾക്ക് ചെല്ലുമ്പോഴും ഈ കൈവെട്ട് കേസിനെ കുറിച്ച് ചോദിക്കുമ്പോഴും പ്രൊഫസർ ടി ജെ ജോസഫ് പറയുന്നത് ഇതാണ്: ഈ ഗൂഢാലോചന സംബന്ധിച്ചാണ് അന്വേഷണം വേണ്ടത്. ഇതെല്ലാം തന്നെ തന്നെ ആക്രമിച്ചവരെല്ലാം തന്നെ കരുക്കൾ മാത്രമാണ്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതായത് സംസ്ഥാനത്ത് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ സാന്നിധ്യമുണ്ട് എന്നും പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ നടത്തുന്നു എന്നും NIA പറഞ്ഞ ആദ്യത്തെ കേസുകളിൽ ഒന്നുകൂടിയാണ് ഈ കൈവെട്ട് കേസ് എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടി വരും. ന്യൂമാൻസ് കോളേജിൽ അധ്യാപകനായിരുന്ന മലയാളം പ്രൊഫസറായിരുന്ന ടി ജെ ജോസഫ് ചോദ്യപേപ്പറിൽ പ്രവാചകന്റെ പേര് ഉൾപ്പെടുത്തി എന്നതാണ് അദ്ദേഹത്തിനെതിരായ വിദ്വേഷം ഉണ്ടാകാൻ കാരണം. തുടർന്ന് അദ്ദേഹത്തിനെ ഒരു ഞായറാഴ്ച ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് പോകാൻ ഇരിക്കുമ്പോഴാണ് ആദ്യ ഘട്ടത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്നത്. എന്നാൽ അന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ സാധിക്കാതെ പ്രതികൾ മടങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് 2ാം തവണയാണ് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നത്. അതിലെ മുഖ്യപ്രതിയാണ് സവാദ്. ഇയാളെ കണ്ണൂരിലെ മട്ടന്നൂരിൽ വെച്ചാണ് പിടികൂടിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ മഴു ഉപയോഗിച്ചാണ് ഈ സവാദ് ടി ജെ ജോസഫിനെ വെട്ടിയത്. ആ മഴു ഇപ്പോഴും NIAക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ടി ജെ ജോസഫിനെ മുറിവേൽപ്പിച്ചതും ഇയാളാണ് എന്നാണ് പറയുന്നത്. ഏതായാലും ലോക്കൽ പോലീസിനെ ഇതുമായി സംബന്ധിച്ച് വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല. എങ്ങനെയാണ് ഈ സവാദിനെ പിടികൂടിയത്, ഏത് തരത്തിലുള്ള അന്വേഷണമായിരുന്നു, ആരാണ് വിവരം നൽകിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. NIA പ്രാഥമികമായ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തും. ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ കോടതിയിൽ എത്തിക്കും. ഒളിവിൽ കഴിയാൻ ഇയാൾ ആരാണ് സഹായിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും വിവരം ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, സുപ്രധാനമായ ഒരു വാർത്ത, കേരളത്തെ ഞെട്ടിച്ച കൈവെട്ട് കേസിലെ മുഖ്യപ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം പിടികൂടിയിരിക്കുന്നു എന്നത് തന്നെയാണ്. അപർണ, റൈറ്റ്. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി. ഡാനി, വളരെ പ്രധാനപ്പെട്ട കാര്യം, മറ്റ് പ്രതികളുമായി, സംഘത്തിലുള്ള മറ്റ് ആരുമായും സവാദിന് ബന്ധമുണ്ടായിരുന്നില്ല എന്ന രീതിയിലുള്ള അന്വേഷണമാണല്ലോ ഈ കഴിഞ്ഞ സമയങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത്. കൂട്ടുപ്രതി സജിൽ ഇയാളെ കണ്ടു എന്ന് പറയുന്നു. കുറ്റകൃത്യം നടന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് ആ ദിവസം മാത്രം, അതിനുശേഷം മറ്റുള്ളവർക്കും ഇയാളുമായിട്ട് ബന്ധമില്ല. സ്വാഭാവികമായിട്ടും 13 വർഷത്തോളം ഒരു പ്രതി പല രീതിയിൽ പല സ്ഥലങ്ങളിലായി കണ്ടു എന്നുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്ന അന്വേഷണം, കൃത്യമായ ഒരു ബാക്കപ്പ് ഇയാൾക്കുണ്ടായിരുന്നു എന്ന് ടി ജെ ജോസഫ് സംശയിക്കുന്നത് പോലെ അതൊരു വലിയ വിഷയം തന്നെയാണ്. അന്വേഷണത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് വഴി തുറക്കാൻ ഒന്നാം പ്രതിയുടെ അറസ്റ്റ്, അയാൾ പിടിയിലായത് വഴിവെക്കാനുള്ള സാധ്യത എവിടെയെങ്കിലും ഉണ്ടോ? അപർണ, ഇക്കാര്യത്തിൽ ഈ ഒരു അറസ്റ്റ് നിർണായകമാകുമെന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികളും സൂചിപ്പിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഗൂഢാലോചന രാജ്യത്തിനകത്തും പുറത്തും തന്നെ നടന്നിരുന്നു. കാരണം ഇതിൽ ഫണ്ട് വന്നിട്ടുള്ളതായി, പുറമേ നിന്ന് രാജ്യത്തിന് പുറത്തുനിന്ന് തന്നെ ഫണ്ട് വന്നിട്ടുള്ളതായി, ഈ ഒരു കൃത്യത്തിലേക്ക് വേണ്ടി എത്തിയിട്ടുള്ളതായിട്ട് നേരത്തെ തന്നെയും സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലൊരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ഒരു ലിങ്കിലേക്ക് പോകാൻ, അത് ഈ പറയുന്നതിനപ്പുറത്തേക്ക് അതിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്ക് അതിന് സാധ്യമായിരുന്നില്ല. ഈ നേരത്തെ സംസാരിച്ചതുപോലെ, ടി ജോസഫ് സംസാരിച്ചതുപോലെ തന്നെ ഇത് ചെയ്തവരിലേക്ക് എത്തുക എന്നത് തന്നെയാണ്. കാരണം ഇത് ഈ ചെയ്തതെല്ലാം ആളുകൾ വെറും ടൂൾ മാത്രമാണ്. ഇത് കൃത്യമായി ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചവരിലേക്ക് അന്വേഷണം ഇതുവരെയും എത്തിയിട്ടില്ല എന്നതടക്കമുള്ള ചില സൂചനകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് എത്തുവാനും വേണ്ടി ഈ സവാദിന്റെ ഒരു അറസ്റ്റ് സഹായിക്കുമോ എന്നതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. കാരണം വിവിധ ഇടങ്ങളിലായിട്ട് ഇയാൾ ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. നേപ്പാളിൽ ഏറെക്കാലം ഒളിവിൽ താമസിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒളിവിലായിരുന്നു, പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ MK നാസറിനൊപ്പം ഇയാൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ പൊതുവിൽ അനുമാനിക്കുന്നത്. എന്നാലും പിന്നീട് ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെയും കിട്ടിയിട്ടില്ല എന്നതാണ്. കാരണം ഇയാൾ പലയിടങ്ങളിലേക്ക് താമസം
അതായത് ഇയാൾ ഒളിയിടങ്ങൾ മാറുമ്പോൾ അതെല്ലാം ഒരു രാജ്യങ്ങളിലേക്കാണ് മാറുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അത്തരം വിപുലമായ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിരുന്നു കൊണ്ട് ഇയാൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ മറ്റെവിടങ്ങളിലേക്കൊക്കെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിലൊരു സഹായം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് NIA പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ രീതിയിലുള്ളൊരു ഫണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. വളരെ ആസൂത്രിതം തന്നെയായിരുന്നു. എങ്കിൽ അത് ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണങ്ങളിലേക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇയാളുടെ അറസ്റ്റ് ഏതെങ്കിലും രീതിയിൽ ഉപകരിക്കപ്പെടുമോ എന്നതാണ്. കാരണം ഇത് കൃത്യം ചെയ്ത ഒരാൾ എന്നതിനപ്പുറം ഇതിന്റെ ആസൂത്രകൻ ആണോ, അല്ലെങ്കിൽ ഈ ആസൂത്രകരെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ കൃത്യമായ വിവരം ലഭിക്കുന്ന ഒരാളാണോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഈ സവാദിനെ കുറിച്ച് വ്യക്തതയില്ല. എങ്കിൽ കൂടിയും കുറെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് ആ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ കൂടുതൽ കാലം ഒളിയിടങ്ങളിലേക്ക് മാറ്റുക എന്ന രീതി അനുവർത്തിക്കുകയും ചെയ്തത്. ഇനി ഈ അറസ്റ്റ് കൂടുതൽ ഈ കൈവെട്ട് കേസിൽ ഇതുവരെ ഉണ്ടായിരുന്ന വിവരങ്ങൾക്കപ്പുറം മറ്റെന്താണ് എന്നത് സംബന്ധിച്ചാണ് ഇനി അന്വേഷണം വേണ്ടത്. അത്തരം കാര്യങ്ങളിൽ ഇയാളുടെ അറസ്റ്റിന് ശേഷം പിന്നീടുള്ള ചോദ്യം ചെയ്യലിലും കാര്യങ്ങളിലും എല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ പേരിലേക്ക് ഇനി അന്വേഷണം ചെല്ലേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, ആ വിവരങ്ങൾ കൂടി ഇയാളിൽ നിന്ന് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയും അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. റൈറ്റ്. അധ്യാപകന്റെ കൈവെട്ടിയ കേസ് ഒന്നാം പ്രതി സവാദ് പിടിയിൽ. സവാദിനെ NIA പിടികൂടിയത് 13 വർഷങ്ങൾക്ക് ശേഷം. ഉദ്യോഗസ്ഥരുടെ വിജയമാണ് ഇതെന്ന് പ്രൊഫസർ TJ ജോസഫ് ന്യൂസ് 8നോട് പ്രതികരിച്ചു.